നമസ്കാരം, മച്ചാക്കാട്ടൂരാണേ. ഇപ്പോൾ മച്ചാൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു വലിയൊരു ഗായികയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഇതിനോട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, പുതിയ വീഡിയോസ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രശസ്തരല്ലാത്ത പ്രഗത്ഭരെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ വിജയ ലൈബ്രറിയുടെ ഒരു ആദരവ് എനിക്കുണ്ടായിരുന്നു. അതിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ വിജയ ലൈബ്രറിയിലെ ഓരോ പ്രവർത്തകർക്കും, സംഘാടകർക്കും, അതിലുപരി എൻ്റെ നാട്ടുകാർക്കും ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പം അവിടെ ആ പ്രോഗ്രാമിന് ഒരു സംഘഗാനം നടക്കുന്നുണ്ടായി. അതിൽ ഒറ്റയ്ക്കൊരു വ്യക്തി പാടുന്ന ഞാൻ കേട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സംഘഗാനം എങ്ങനെയാണ് ആ മണ്ട ഒറ്റയ്ക്ക് പാടുന്നത് എന്ന്. പക്ഷേ സംഘഗാനത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ശ്രദ്ധിച്ചു. ആ ഒരു മിടുക്കിയായ ഒരു ഗായികയെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പം വെൽക്കം മോളെ, സ്വാഗതം. നമ്മുടെ മച്ചാൻ മീഡിയയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് പേര്? നിമിഷ. അങ്ങോട്ട് ഫ്രെയിമിൽ നോക്കി പറ. നിമിഷ ഏമാനു. ഈമാനു. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഫോർത്ത്. സംഗീതം പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ആരാണ് ഗുരു? സന്ധ്യ. ഓക്കെ. അപ്പം മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? കദളി എന്ന് പറഞ്ഞാൽ കദളി കൺകദളി. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം പഴയതിനെന്നും അതിൻ്റേതായ മഹത്വമുണ്ട്, മാറ്റമുണ്ട്. കാരണം ഇന്നെല്ലാവരും പുതിയ ട്രെൻഡിലേക്ക് പോകുമ്പോഴും ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ ഒരു പഴയ ഗാനം പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് ജസ്റ്റ് ഒന്ന് കേട്ടാലോ? അതാരാണ് പാടിയിരിക്കുന്നതെന്ന് അറിയാമോ മോളെ? അത് പാടിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്, ലത മങ്കേഷ്കർ. അവരെക്കുറിച്ച് മോള് പിന്നെ ഒന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഗായികയാണ് അമ്മ, ലതാമ്മയാണ്. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് നമ്മുടെ മച്ചാൻ മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് പാടാം. ഓക്കെ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. മുകളിൽ ചില ചിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ. മുകളിൽ ചില ചിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ. വരല്ലേ നീ വരമാലി, തരില്ലേ താമര താരി, തെയ്യാരി തെയ്യാരി താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എത്ര വർഷമായി ഇപ്പം മോള് സംഗീതം പഠിക്കുന്നു? 2 വർഷമായല്ലേ? അച്ഛൻ എന്താ ജോലി? അച്ഛൻ മെക്കാനിക്കാണ്. എവിടെയാണ്? കൊല്ലം. എന്തിൻ്റെ മെക്കാനിക്കാണ്? KSRTC. കൊല്ലം KSRTC ഡിപ്പോയിൽ മെക്കാനിക്കാണല്ലേ. അമ്മ അമ്മയുടെ പേര് അജന്ത. ഓക്കെ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഐസിയിലെ ഒരു സ്റ്റാഫാണ്. ഓക്കെ. ഇപ്പം ആരാണ് മോളെ ഏറ്റവും കൂടുതൽ സംഗീതത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്, പാടാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്? അച്ഛൻ പാടുവോ? എന്നിട്ട് അച്ഛൻ്റെ പാട്ടൊന്നും കേട്ടിട്ടില്ലല്ലേ? നല്ലപോലെ പാടുമല്ലേ? വീട്ടിൽ മാത്രമേ ഉള്ളെന്നുള്ളൂ അല്ലേ? അകത്ത പാട്ടുകാരനാണല്ലേ? അപ്പോൾ നമുക്ക് ഒരു പാട്ട്, മോക്ക് അടുത്ത ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ? ചെപ്പ് കിളിക്കണ ചങ്ങാതി. അതും വളരെയേറെ, അതായത് ഒരു പക്ഷേ 60 കാലഘട്ടങ്ങളിൽ കേരളക്കരയാകെ അലയടിച്ച ഒരു മുടിയനായ പുത്രൻ എന്ന നാടകത്തിലെ അതിമനോഹരമായ സുലോചന അനശ്വരമാക്കിയ ഒരു ഗാനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർ ദയവ് ചെയ്ത് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കലാകാരിയാണ്, ഒരു കുഞ്ഞ് കുട്ടിയാണ്. അപ്പം
ഈ കുട്ടിയുടെ ഈ ഒരു കഴിവ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അതിമനോഹരമായ നമ്മുടെ ആ പഴയകാല ഒരു ഗാനം കേൾക്കാം. ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ, ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ, മിന്നണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല, മിന്നണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല. ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി ചൊല്ലൂ നീ, ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി ചൊല്ലൂ നീ, ആരല്ല ചോദിച്ചു പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല, ആരല്ല ചോദിച്ചു പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ, മിന്നണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല. ഓക്കെ, ഒന്നുകൂടെ അടുത്ത. ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്, ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്, മന്നക്കിളികളും ചങ്ങാലിയും ഒന്ന് കൊന്നി പറഞ്ഞതും എന്താണ്, മന്നക്കിളികളും ചങ്ങാലിയും ഒന്ന് കൊന്നി പറഞ്ഞതും എന്താണ്. ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ, മിന്നണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല. നമ്മുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? മോൾക്കൊരു വേറിട്ട ശബ്ദമുണ്ട്, ഒരു വ്യത്യസ്തമാർന്നൊരു ശബ്ദമുണ്ട്. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്, ഞാൻ സിംഗറല്ല, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറല്ല, ഒന്നുമല്ല, വെറും ഒരു കലാ ആസ്വാദകൻ മാത്രമാണ്. അപ്പോൾ മോൾക്ക് നല്ലൊരു വ്യത്യസ്തമായൊരു ശബ്ദം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആരുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, പഴയകാല മലയാളത്തിലെ നല്ല അറിയപ്പെടുന്ന കുറേ ഗായകരുടെ ഏതോ ഒരു ഗായകരുടെ ശബ്ദവുമായി മോക്കൊരു സാമ്യമുണ്ട്. അത് മോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക സാധകം ചെയ്ത് അതിലുപരി കണ്ടിന്യൂ ചെയ്യുക. അതിലുപരി നല്ലൊരു ലയനമുണ്ട്, നല്ലൊരു സ്പീഡുണ്ട്, അതിൻ്റേതായ ആ എൻഡിങ് കറക്റ്റ് ചെയ്യാൻ മോൾക്ക് ഭയങ്കരമായൊരു കഴിവുണ്ട്. അപ്പോൾ ഓക്കെ, അത് മോൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? നമ്മുടെ ഇപ്പം നമ്മുടെ വിജയലക്ഷ്മി പാടിയ പാട്ടല്ലേ, വൈക്കം വിജയലക്ഷ്മി ഇപ്പോൾ ഒരു പക്ഷേ ട്രെൻഡ് ഒരു പാട്ടാണത്. അപ്പം ആ പാട്ട് നമുക്ക് മച്ചാൻ മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക. അതുപോലെ ഞാൻ ഈ പറയുന്നത്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുവാണേ. കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ, ആ ആ ആ ആ എങ്ങു നീലത്തുരുത്തില് നീർപ്പരമ്പിൽ നിഴലുമായി, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചുംബനമായി, താനെ വലിഞ്ഞു കയറി കുരുത്തിൽ എങ്ങുനിതും പോന്നു, കൂടെ പിറപ്പകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും, നീ എന്നാ വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും, കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂട്, ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതിമനോഹരമായി കുറേ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. ഇപ്പം ഞാനൊരു പാട്ട് പറയട്ടെ, ഒരു 2 ലൈൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഇപ്പോൾ ഇത്രയും പേരുടെ പാട്ട് പാടിപ്പോൾ ലതാ മങ്കേഷ്കർ, ലതാജിയുടെ പാട്ട് പാടി, പിന്നെ നമ്മുടെ അമ്മയുടെ പാട്ട് പാടി, ഇപ്പം വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ട് പാടി. അപ്പം നമ്മുടെ മലയാളത്തിലെ ഇന്ത്യൻ ഒരു സ്റ്റാറുണ്ട്, ജാനകിയമ്മ നശ്വരമാക്കിയ നല്ലൊരു പാട്ടുണ്ട് നമ്മുടെ മാടിയർ കുട്ടിച്ചാത്തൻ 3Dയിലെ. ഏത് പാട്ടാ? കിട്ടില്ല, കറക്റ്റ്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ആലിപ്പഴം പെറുക്കാൻ ഒരു 2 ലൈൻ ചുമ്മാ ഒന്ന് പാടിക്കേ. ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി, പൂക്കുരുവി പൂവാക്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി ഈ വഴിവാ. ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി,
പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി നീ വഴിവാ. ഈ സ്പീഡിൽ തന്നെ ഒന്നുകൂടെ പാടാം. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് എൻട്രോ ഇട്ട് തരാം അതിൻ്റെ. ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി നീ വഴിവാ. ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി നീ വഴിവാ. ഓക്കെ, ഒരുപാട് സന്തോഷം. ഒരു പുതിയ ഗായികയെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുക. ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തീർച്ചയായും ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോസുമായി നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം നമ്മളെ മച്ചാൻ മീഡിയയ്ക്ക് വേണ്ടി ഒരു ആശംസ എല്ലാ പ്രേക്ഷകർക്കും പറഞ്ഞേ. ആശംസകൾ. മച്ചാൻ മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് പറ. മച്ചാൻ വീഡിയോകളിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയമുള്ള ആശംസകൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.